മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാം, പക്ഷേ തെറ്റുപറ്റിയാൽ അത് തിരുത്തണം. അതാണ് ശരിയായ മാന്യമായ മാധ്യമ സംസ്കാരം. ജനങ്ങളും പ്രേക്ഷകരുമൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന് കേരളം നൽകിയ ഒരു മെമ്മോറാണ്ടത്തെ കേരളം ചിലവഴിച്ച ഭീമമായ തുകയായി വലിയ തരത്തിൽ വാർത്ത നൽകി മാധ്യമങ്ങൾ. വാർത്ത നൽകിയത് മാത്രമല്ല, ഒരു ദിവസം മുഴുവൻ അത് ചർച്ച ചെയ്ത് അലക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം ജനങ്ങളെങ്കിലും ഈ വാർത്തയിലൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. എന്തുകൊണ്ടായിരിക്കും ഈ തെറ്റിദ്ധാരണാജനകമായ വാർത്ത ഈ മാധ്യമങ്ങൾ നൽകിയത്? തെറ്റുപറ്റിയിട്ടും ഇപ്പോഴും ആ മാധ്യമങ്ങൾ ജനങ്ങളോട്, പ്രേക്ഷകരോട് തിരുത്തി പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായും സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ പ്രതികരിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നതാണ്. ആ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് മാധ്യമങ്ങൾ പുലർത്തുന്ന ഇക്കാര്യത്തിലുള്ള മൗനവും തെറ്റ് സമ്മതിക്കാതെ തുടരുന്ന അവരുടെ സമീപനവും. എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത നൽകി എന്ന ചോദ്യം സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആരെയാണ് ഈ മാധ്യമങ്ങൾ അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ വലിയ ഒരു ദുരന്തമുണ്ടായി. നിരവധി പേർ മരണപ്പെട്ടു, മണ്ണിനടിയിലായി. ഒപ്പം തന്നെ അവർ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ഈ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ ജീവന ഉപാധികൾ മുഴുവൻ പ്രതിസന്ധിയിലായി. അവശേഷിക്കുന്നവർ എങ്ങനെ തുടർന്ന് ജീവിക്കും എന്ന പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൈയച്ച് സഹായിച്ചു. വയനാട് ദുരന്തത്തിന് ശേഷം രാജ്യത്തെ പ്രധാനമന്ത്രി വയനാട് തന്നെ സന്ദർശിച്ചു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നിവേദനം നൽകി. പ്രധാനമന്ത്രി തിരിച്ച് ദില്ലിയിൽ മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് കേന്ദ്രം ഇതുവരെ അനുവദിച്ച് നൽകിയിട്ടില്ല. വയനാട് ദുരന്തത്തിന് ശേഷമാണ് ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന രാത്രി തന്നെ കേന്ദ്ര സർക്കാർ 40 കോടി രൂപയാണ് ത്രിപുരയ്ക്ക് വേണ്ടി അടിയന്തര സഹായം നൽകിയത്. അതിനുശേഷം തെലങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായി. 3400 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തെലങ്കാനയ്ക്ക് അനുവദിച്ചത്. മെമ്മോറാണ്ടമോ മറ്റ് അപേക്ഷകളോ ഒന്നും നൽകിയിട്ടല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ലാതെ അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഈ 2 സംസ്ഥാനങ്ങൾക്കും സഹായം പ്രഖ്യാപിച്ചു. 2 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം സഹായം പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ്. അതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും കേരളത്തിലെ ജനങ്ങൾക്കോ കേരളത്തിലെ സർക്കാരിനോ ഇല്ല. പക്ഷേ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും കേരളത്തിന് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സഹായം പ്രഖ്യാപിക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, BJPയെയും കേന്ദ്ര സർക്കാരിനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സംഘടിതമായി ഇങ്ങനെ വ്യാജ വാർത്ത ചമയ്ക്കുന്നത് എന്നതാണ് സർക്കാരിൻ്റെ ഭാഗമായി ഉയരുന്ന ആരോപണം. ന്യായമായും അങ്ങനൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. കാരണം ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടണം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വയനാട്ടിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത്? ഒപ്പം എന്തിന് കേരളത്തിനൊരു ചില്ലിക്കാശ് പോലും തരാത്ത കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. ഈ 2 കാര്യത്തിനും ഉത്തരം തേടുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം നൽകിയ നുണവാർത്ത തിരുത്തി ജനങ്ങളോട്, പ്രേക്ഷകരോട് മാപ്പ് പറയണം എന്ന് തന്നെയാണ് പൊതുവികാരം ഈ മാധ്യമങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത്.